സുഹൃത്തുക്കളെ, ആരാണ് യേശുക്രിസ്തു എന്ന വിഷയം നമ്മൾ പഠിക്കാൻ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലേക്ക് നോക്കിയാൽ പല വിധത്തിലുള്ള ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കൂട്ടർ യേശു ദൈവമാണെന്ന് പറയും, ചിലർ യേശു ദൈവമല്ല എന്ന് പറയും, ചിലർ യേശു ഒരു പ്രവാചകനാണെന്ന് പറയും, ചിലരിതൊന്നുമല്ല, വെറും ഒരു മനുഷ്യനാണ്, സൃഷ്ടിയാണ് എന്ന് പറയും. അങ്ങനെ പല വിധത്തിലുള്ള ഉപദേശങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. എന്നാൽ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് വിശുദ്ധ വേദപുസ്തകമാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ആരാണ് എന്നറിയുവാൻ, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ വിശുദ്ധ വേദപുസ്തകം തന്നെ വായിച്ച് അതിൽ തന്നെ അന്വേഷിച്ചാൽ തന്നെ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇക്കാര്യങ്ങൾ നമ്മൾ മറ്റ് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിലോ മറ്റുള്ള പുറമെ ലഭിക്കുന്ന എന്തെങ്കിലും സോഴ്സിൽ നിന്ന് പഠിച്ചാൽ നമുക്കതിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇത് നമുക്ക് ലഭിച്ചത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അരുളപ്പാടുകളും പ്രവചനങ്ങളും ഉപദേശങ്ങളെല്ലാം നമുക്ക് ലഭിച്ചത് ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതേ ബൈബിളിൽ തന്നെ നമ്മൾ ഇത് പഠിക്കുവാൻ ശ്രമിച്ചാലും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ റിയലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇനി ബൈബിൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു ചിന്താഗതിയുടെ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തീരുമാനത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു യുക്തിബോധത്തിനനുസരിച്ചോ നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് കൊണ്ട് നമ്മൾ ബൈബിളിലേക്ക് ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളും പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ റിയലായിട്ടുള്ള കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വചനം എന്ത് പറയുന്നോ അതാ നമുക്ക് എടുക്കാൻ ഓപ്ഷനുള്ളൂ. കാരണം നമുക്ക് നമ്മുടേതായ മാനുഷികമായിട്ടുള്ള ഓരോ അർത്ഥങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അർത്ഥ വ്യത്യാസങ്ങൾ പറയാനോ നമുക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. അപ്പോൾ വചനത്തിൽ എന്ത് പറയുന്നോ അതായിരിക്കും സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെറിയൊരു മാറ്റം ഉണ്ടായാലേ അത് കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമുക്ക് ഇംഗ്ലീഷിലെ 2 വേർഡ് എടുക്കാം. ഒന്ന് സെർച്ച്, ഒന്ന് റിസർച്ച്. നമുക്ക് ഈ 2 വേർഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള വേർഡ് തന്നെയാണിത്. പക്ഷേ രണ്ടിൻ്റെയും മീനിങ് വന്നിട്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കില്ല റിസർച്ച് ചെയ്താൽ കിട്ടുന്നത്. ഉദാഹരണം, നമ്മളൊരു സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെള്ളം എന്ന ഉത്തരം കിട്ടിയാൽ നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളം എന്നായിരിക്കില്ല, H2O എന്ന മറ്റൊരു ഉത്തരമായിരിക്കും കിട്ടുക. കാരണം റിസർച്ചിലാണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ബൈബിള് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിലൊരു റിസർച്ചിങ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. അത് നമുക്ക് കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റിയുള്ള, നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ യുക്തിക്ക് എല്ലാം ക്ലാരിറ്റിയുള്ള ഒരു ഉത്തരമായി തന്നെ ലഭിക്കാനും അതുമൂലം സാധിക്കും. നമുക്കിന്ന് ലോകത്തിൽ നടക്കുന്നൊരു ഉദാഹരണം എടുത്താൽ, ഒരു ക്രൈം നടന്നെന്ന് വിചാരിക്കുക. ഈ ക്രൈം അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ അത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാൽ ഈ ഓഫീസർ ഈ ക്രൈമിൻ്റെ പിന്നാലെ പോയി അതിൻ്റെ ഭാഗമായുള്ള സാക്ഷികളെ വിസ്തരിച്ച് സാഹചര്യ തെളിവുകളെടുത്ത് വിരലടയാളം DNA ടെസ്റ്റ് ഇങ്ങനെ സാധ്യമായിട്ടുള്ള എല്ലാ വസ്തുവകകളും വെച്ച് അതിനെ പഠിച്ച് അതിൻ്റേതായൊരു പൂർണ്ണതയിലേക്ക് എത്തിയതിന് ശേഷമാണ് അവർ ആ ക്രൈം ചെയ്ത ആളിനെ പൂർണ്ണമായിട്ടും കോടതിയിലേക്ക് കൊണ്ടുപോയി അവന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളും ഇത് വായിക്കുമ്പോൾ, നമ്മൾ ബൈബിളും വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കുവാനായിട്ട് പ്രവചന പുസ്തകത്തിൽ എടുക്കേണ്ടി വരും. ഉപദേശങ്ങൾ, പുതിയ നിയമം, പഴയ നിയമം, സങ്കീർത്തനങ്ങൾ, അങ്ങനെയെല്ലാം വായിക്കുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബൈബിളിലുള്ള പഴയ നിയമവും പുതിയ നിയമവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാം എടുത്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വ്യക്തവും നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ദൈവം നമ്മളെ അതിന് സഹായിക്കും.
അതല്ല നമ്മൾ നമ്മുടെ യുക്തിയിൽ നമുക്ക് ദൈവമില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമല്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരു ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ആ കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ വചനം പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം നമ്മൾ എന്തിനാണോ പോയത് അത് തന്നെ ആവാനാണ് സാധ്യത. അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്കിത് കൃത്യമായി പഠിക്കണം, എനിക്കിത് മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി, പ്രാർത്ഥനയോടു കൂടി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ താഴ്ന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്കത് ഗ്രഹിപ്പാൻ, ദൈവം നമ്മളെ വചനത്തിലൂടെ അത് ഗ്രഹിപ്പാൻ സഹായിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം പഠിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഉപകാരപ്പെടുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരം ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ല. നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പാനും എല്ലാം കാര്യമായി തീരുകയുള്ളൂ. പക്ഷെ നമ്മളിത് പരിശുദ്ധ ആത്മാവിൻ്റെ ഗൈഡൻസോട് കൂടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മളും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്കിത് ഗ്രഹിക്കാനുള്ള കൃപ ദൈവം നൽകും. യേശുവിനെ പറ്റി പഠിക്കുമ്പോൾ യേശു ദൈവമാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. അതിനെപ്പറ്റി നമ്മൾ നമ്മൾ പുതിയ നിയമത്തിലാണ് അത് തുടങ്ങുന്നത്. അതിനെപ്പറ്റി തുടങ്ങുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭം നമുക്ക് കാണുവാൻ സാധിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ 1 മുതൽ വായിച്ചു വരുമ്പോൾ നമ്മളങ്ങനെ വായിച്ച് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലെത്തുമ്പോഴത്തേക്കും യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതുവരെ നമുക്ക് അവിടെ കാണുന്ന വംശാവലിയിൽ എല്ലാവരും ജനിപ്പിച്ചു എന്ന് കേട്ടിട്ട് യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ യേശു ജനിച്ചു എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് തന്നെ 1:18 വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടിയൊരു മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ഒരു കാര്യം ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ അല്ല. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 1:22 മത്തായിയുടെ സുവിശേഷം 1:22 നമുക്ക് പഴയ നിയമത്തെ കോട്ട് ചെയ്തുകൊണ്ട് കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്നും എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ സാമാന്യബോധമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും ഒരു കന്യക ഗർഭിണിയാകുകയില്ല. കാരണം കന്യകകളുടെ ആ കന്യകത്വം നഷ്ടപ്പെടുമ്പോൾ, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ കന്യകത്വം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് സ്ത്രീ ഗർഭിണിയാവുകയുള്ളൂ. ഇനിയിപ്പോൾ കന്യകത്വം നഷ്ടപ്പെടാതെ ഒരു സ്ത്രീ ഗർഭിണിയാകണമെന്നുണ്ടെങ്കിൽ അതൊരു മാനുഷികമായിട്ടുള്ള പ്രവൃത്തി മൂലമായിരിക്കില്ല. ആ പ്രവൃത്തി തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും.